നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് സീതാപ്പഴത്തെയാണ്. മധുരമുള്ള മാംസലമായ ഇതിൻ്റെ ഫലം ഒട്ടുമിക്ക ആൾക്കാരും കഴിച്ചിട്ടുണ്ടാകും. അനോനേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം അനോന സ്ക്യോമാസ എന്നാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഈ പഴത്തിൻ്റെ ഉള്ളിൽ കറുത്ത വിത്തുകൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിനെ കൃഷ്ണബീജ എന്നും നിരവധി വിത്തുകൾ ഉള്ളതുകൊണ്ട് ബഹുബീജ എന്നുമൊക്കെ നാമധേയങ്ങൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഗണ്ഡഗാത്ര, സീതാഫലം എന്നും ഇതിനെ പറയാറുണ്ട്. ഇന്ത്യയിലുടനീളം ഇത് കൃഷി ചെയ്യപ്പെടുന്നു. ഏകദേശം ഒരു 5 മുതൽ 7 മീറ്റർ വരെ നീളത്തിലാണ് ഇത് വളരാറുള്ളത്. ഇതിൻ്റെ ഇലകൾ ഏകദേശം ഒരു 17 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് കാണപ്പെടാറുള്ളത്. ഇതിൻ്റെ ഉപരിതലം വളരെ മിനുസമായതും കീഴ്വശത്ത് സിൽക്ക് പോലെയുള്ള ചെറു രോമങ്ങൾ കൊണ്ട് പൊതിഞ്ഞിട്ടുമുണ്ട്. ഇതിൻ്റെ പൂക്കൾ ശാഖാഗ്രങ്ങളിൽ ഒറ്റയ്ക്കായോ കുലകളായോ കാണപ്പെടാറുണ്ട്. ഇതിൻ്റെ ഫലം പച്ച നിറത്തിൽ ഗോളാകൃതിയിൽ നിമ്നോന്നതമായിട്ടാണ് കാണപ്പെടാറുള്ളത്. പഴുത്തു കഴിഞ്ഞാൽ വളരെ മധുരമുള്ള മാംസളമാണ് ഇതിൻ്റെ പഴം. 0.5 മുതൽ 0.8 സെൻറ്റിമീറ്റർ വരെ നീളത്തിലാണ് ഇതിൻ്റെ വിത്തുള്ളത്. കറുത്ത നിറത്തിലുള്ള ഇതിൻ്റെ വിത്ത് അകത്തേക്ക് ഭക്ഷിച്ചാൽ പനി, ഛർദി തുടങ്ങിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഗർഭം അലസിപ്പോകാൻ വരെ സാധ്യതയുമുണ്ട്. ഇതിൻ്റെ പഴം ശരീരശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ജലാംശം ഇതിൻ്റെ പഴത്തിലാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തിൽ തൈലവും റെസിനും അടങ്ങിയിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കാണ് ഇത് കൂടുതലായി ഉപയോഗിച്ച് വരാറുള്ളത്. ഇതിൻ്റെ പഴം, ഇല എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. കൂടുതൽ ഔഷധ പ്രയോഗങ്ങൾ ഞങ്ങളുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. സീതപ്പഴം എന്ന് പറഞ്ഞാലേ ഏകദേശം ചെറിയ ചക്ക എന്നാണ് പറയാം. ചക്കയുടെ ഒരു ചെറിയ രൂപമെന്ന് പറയാം. അപ്പോൾ ഈ ചക്കയുടെ ചുള പോലെ തന്നെ ഇതിനും ഈ ചുള ഉണ്ട്. ഈ നല്ല പോഷകമാണത്. സീതാപ്പഴം കഴിച്ചാൽ നല്ല പോഷകമാണ്. നല്ല ശരീരത്തിന് തണുപ്പ് കൊടുക്കുന്നതാണ്. തണുപ്പ് ഉണ്ടാക്കാൻ ശരീരത്തിന് ചൂടായ സമയം ചൂടുള്ള ശരീരത്തിലക്കാരൊക്കെ ഈ സീതപ്പഴം കഴിച്ചാൽ ശരീരത്തിൻ്റെ ചൂട് കുറയും. അതുപോലെ ഇതിൻ്റെ ഈ കുരു ഒരു വിഷമാണ്. ശരി, വിഷം അത്യാവശ്യം വിഷമുള്ളത്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കും. ഗർഭിണികൾക്ക് ഇതിൻ്റെ കുരു ചവച്ചരിക്കാൻ പാടില്ല. സാധാരണ ആൾക്കാർ കുരുവോടുകൂടി വേണമെങ്കിൽ തന്നെ ഈ കുരു വളരെ കൃമിക്ക് നല്ലതാണ്. പക്ഷേ ഗർഭമുള്ള ആൾക്കാർക്ക് ഇത് കഴിച്ചാൽ ഗർഭം അലസാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഇതിൻ്റെ കുരു കൃമിനാശനം, അതുപോലെ തന്നെ നമ്മളൊരു ആൻറ്റിസെപ്റ്റിക് ഗുണമുള്ളത്. അതുപോലെ ഇതിൻ്റെ ലോഷൻ ഈ കീടനാശിനിയായിട്ട് ഉപയോഗിക്കും ഇതിൻ്റെ ഈ വിത്ത്. പിന്നെ ഇതിൻ്റെ ഈ അധികം പാകം വരാത്ത സീതപ്പഴം, ഈ വയറ് കടി അല്ലെങ്കിൽ വയറിളക്കം അങ്ങനെയുള്ളതൊക്കെ തന്നെ ഈ അധികം പാകം വരാത്ത ഈ പഴം എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗുണമാണ്. പിന്നെ ഇതിന് ഒരു ഉപയോഗമുള്ളത് ഈ ഇതിൻ്റെ കുരു ഉണക്കി പൊടിക്കാം. എന്നിട്ട് അത് ഉണക്കി പൊടിച്ചിട്ട് ഒരു താളി പോലെ തലയിൽ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഇതിന് പേനും താരനും മാറും. വേണമെങ്കിൽ ഇതിട്ട് എണ്ണ കാച്ചി തേച്ചാലും ഈ താരന് നല്ലതാണ്. പിന്നെ ഈ മൃഗങ്ങളിൽ ഈ കുളമ്പ് രോഗം എന്നൊരു രോഗമുണ്ട്. ഈ കുളമ്പ് രോഗത്തിന് ഇതിൻ്റെ ഈ കുരു പൊടിച്ച പൊടി പുകയിലും ചേർത്തിട്ട് പരത്തിക്കഴിഞ്ഞാൽ ഈ കുളമ്പ് രോഗത്തിന് നല്ലതാണ്. മൃഗങ്ങളിൽ ഉണ്ടാകുന്ന കുളമ്പ് രോഗത്തിന് നല്ല ഫലം.